നമസ്കാരം. ദേവൂസ് ചാനലിൻ്റെ ജ്യോതിഷ വിഭാഗമായ പ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മേടം മുതൽ മിഥുനം വരെയുള്ള രാശികളുടെ പൊതുഫലങ്ങളാണ് വിവരിക്കുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഇനി വീഡിയോയിലേക്ക് കടക്കാം. മേടം രാശി. മേടം രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രക്കാർ ശാരീരികമായി നല്ല സ്ഥിതിയിലുള്ളവരും അധികം രോഗങ്ങൾ ബാധിക്കാത്തവരുമാണ്. എല്ലായ്പ്പോഴും സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനുമാണ് ഇവർ ഇഷ്ടപ്പെടുന്നത്. ഉറച്ച തീരുമാനമുള്ളവരും നല്ല നേതൃത്വ പാഠവുമുള്ളവരുമായ ഈ രാശിക്കാർ ആത്മധൈര്യവും ഇച്ഛാശക്തിയും പരിശ്രമശീലവുമുള്ളവരാണ്. ധീരതയും സർഗവൈഭവവും ഊർജ്ജസ്വലതയും ഇവരുടെ കൈമുതലാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അസാധാരണമായ മനസ്ഥൈര്യം കാണിക്കുന്നവരാണ് മേടം രാശിയിൽ ഉൾപ്പെടുന്ന നാളുകാർ. സ്വന്തം കാര്യങ്ങളിൽ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുന്നവരാണ് ഈ രാശിക്കാർ. നിസ്സാര കാര്യങ്ങൾക്ക് ഇവർ അമിത പ്രാധാന്യം കൽപ്പിക്കുന്നു. പൊതുവെ സ്നേഹസമ്പന്നരായ മേടക്കൂറുകാർ മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കുന്നവരും സ്വന്തം കാര്യങ്ങൾ മാറ്റിവെച്ച് ഇഷ്ടപ്പെടുന്നവർക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നവരും ഏതൊരു കാര്യത്തിനും വിശ്വസിക്കാവുന്ന നല്ല സുഹൃത്തുക്കളുമാണ്. ഇവരുടെ ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായി കാണുന്നില്ല. സമാധാനപൂർണമായ ജീവിതം നയിക്കുമെങ്കിലും ജീവിത പങ്കാളിയുമായി പലപ്പോഴും അഭിപ്രായ ഭിന്നതകൾക്കും അതുപോലെ തന്നെ പരസ്പരം പിരിഞ്ഞു നിൽക്കേണ്ടതായ സാഹചര്യവും സാധാരണയായി കാണുന്നു. പലപ്പോഴും പ്രശ്നങ്ങൾ പറഞ്ഞ് രമ്യതയിലെത്തിച്ചേരുവാൻ ഇവർ ശ്രദ്ധിക്കാറുമുണ്ട്. നല്ല നേതൃത്വ പാഠവും കാണിക്കുന്ന മേടരാശിക്കാർ രാഷ്ട്രീയ രംഗത്തും പൊതുപ്രവർത്തന രംഗത്തും അതുപോലെ തന്നെ അധ്യാപന രംഗത്തുമൊക്കെ നന്നായി ശോഭിക്കുന്നവരാണ്. ഇവരുടെ ഒരു ബലഹീനതയായി കാണാൻ കഴിയുന്നത് എല്ലായ്പ്പോഴും സ്വന്തം ഇഷ്ടങ്ങൾ മാത്രം അടിസ്ഥാനമാക്കി ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമാണെന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരാളോട് അഭിപ്രായം ചോദിക്കാതിരിക്കുന്നതും നിസ്സാര കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകുന്നതും മേടം രാശിക്കാരുടെ പോരായ്മയായി കണക്കാക്കുന്നു. പൊതുവെ മികച്ച വിദ്യാഭ്യാസം നേടുന്നവരാണ് ഈ രാശിക്കാർ. കണക്ക്, രസതന്ത്രം, ജീവശാസ്ത്രം എന്നീ വിഷയങ്ങളോട് ഇവർക്ക് താല്പര്യമുണ്ടായിരിക്കും. മേടം രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രക്കാർക്ക് മികച്ച സാമ്പത്തിക ഭദ്രത ഉണ്ടായിരിക്കുമെങ്കിലും ചിലപ്പോൾ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവരുമാണിവർ. പാരമ്പര്യ സ്വത്തുക്കൾ കൈവശം എത്തിച്ചേരുവാൻ ഇവർക്ക് പലപ്പോഴും കാലതാമസം നേരിടുന്നതാണ്. അനാവശ്യമായി കൂട്ടുകെട്ടിലും മറ്റു ചെന്നുവിട്ട് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാകാതിരിക്കുവാൻ മേടക്കൂറുകാർ ശ്രദ്ധിക്കേണ്ടതാണ്. സമകാലീന സംഭവ വികാസങ്ങളിൽ സജീവ ശ്രദ്ധ പുലർത്തുന്നവരായ മേടം രാശിക്കാർ സാഹിത്യം, വായന, കായിക രംഗങ്ങളിലൊക്കെ ഏറെ താല്പര്യമുള്ളവരുമാണ്. ഇവരുടെ രാശിനാഥൻ ചൊവ്വയാണ്. ഇടവം രാശി. പ്രായോഗിക ബുദ്ധിയുള്ളവരും ഇച്ഛാശക്തിയുള്ളവരും സ്ഥിരോത്സാഹികളുമായ ഇടവം രാശിക്കാർ സൗന്ദര്യം, സംഗീതം, പ്രണയം എന്നിവയോട് ആഭിമുഖ്യമുള്ളവരാണ്. ഈ രാശിയുടെ നാഥൻ ശുക്രനാണ്.
ആഡംബരപ്രേമികളായ ഇടവൻ രാശിക്കാർ ദൃഢചിത്തരും കർക്കശ സ്വഭാവം പുലർത്തുന്നവരും പൊതുവെ സ്വാർത്ഥരുമാണ്. നല്ല ആരോഗ്യ പ്രകൃതികളാണ് ഈ രാശിക്കാർ. നിയതമായ ശരീരഘടനയുള്ള ഇവർ വളരെ പെട്ടെന്ന് രോഗങ്ങൾക്ക് അടിമപ്പെട്ടേക്കാം. ഭാവനാശീലരും പുരോഗമന ചിന്താഗതിക്കാരുമായ ഇടവക്കൂറുകാർ സൗഹൃദ ബന്ധങ്ങളിൽ വിശ്വസ്തരും ആരോഗ്യപരമായി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമാണ്. സമാധാനപരവും മാതൃകാപരവുമായ കുടുംബജീവിതം നയിക്കുന്നവരാണ് ഈ രാശിയിൽ ഉൾപ്പെടുന്ന നാളുകാർ. ജീവിത പങ്കാളികളിലൂടെയും സന്താനങ്ങളിലൂടെയും ഭാഗ്യാനുഭവങ്ങളും നേട്ടങ്ങളും ഇവർക്ക് സ്വായത്തമാക്കുവാൻ സാധിക്കും. എങ്കിലും ഇവരുടെ സ്വാർത്ഥ ചിന്താഗതി പലപ്പോഴും കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. പലപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും രോഗങ്ങളും അപകടങ്ങളുമൊക്കെ ഇവരെ വലയ്ക്കാറുണ്ട്. ഒരു തൊഴിൽ മേഖലയിലും ശാശ്വതമായ നിലനിൽപ്പില്ലാത്തവരാണ് പലപ്പോഴും ഈ നാളുകാർ. എളുപ്പമാർഗങ്ങളിലൂടെ കാര്യം സാധിക്കുവാനാണ് ഇവർ ഇഷ്ടപ്പെടുന്നത്. സഹപ്രവർത്തകരുമായി സഹകരണ മനോഭാവം പുലർത്തുമെങ്കിലും ഇവരുടെ ക്ഷിപ്രകോപ സ്വഭാവം തൊഴിലിടങ്ങളിൽ ഇവർക്ക് പലപ്പോഴും തിരിച്ചടിയാകാറുണ്ട്. എങ്കിലും പ്രായോഗിക ബുദ്ധി ഏറെയുള്ള ഈ രാശിക്കാർ വാണിജ്യ വ്യവസായ രംഗങ്ങളിൽ ശോഭിക്കുന്നവരാണ്. പരിശ്രമിച്ചാൽ ഈ മേഖലയിലൊക്കെ അവർക്ക് ഉന്നതിയിലെത്തിച്ചേരുവാൻ സാധിക്കും. സൗഹൃദങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്നവരാണ് ഇടവൻ രാശിക്കാർ. ഏതൊരു കാര്യത്തിനും സുഹൃത്തുക്കൾക്ക് ഇവരെ സമീപിക്കാവുന്നതാണ്. എന്നാൽ ഇവരുടെ ഒരു ബലഹീനതയെ കാണുന്നത് സ്വാർത്ഥ മനോഭാവമാണ്. ഇവരുടെ അമിതമായ സ്വാർത്ഥതയും ആഡംബരപ്രേമവും കടുംപിടുത്തവും മൂലം കുടുംബജീവിതവും സുഹൃത്ത് ബന്ധങ്ങളും ശിഥിലമാകുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ തിളങ്ങുന്ന ഇവർ അപാരമായ ഓർമ്മശക്തിയുള്ളവരും കാര്യഗ്രഹണശേഷിയുള്ളവരുമാണ്. വിദ്യാഭ്യാസത്തിലൂടെ ഉന്നത സ്ഥാനങ്ങൾ നേടിയെടുക്കുവാൻ ഇടവക്കൂറുകാർക്ക് സാധിക്കും. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഇവരെ അടിക്കടി അലട്ടുന്നതാണ്. കുടുംബത്തിലെ പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഈ രാശിക്കാർക്ക് സാമ്പത്തിക ബാധ്യതകൾ വരുത്തിവെക്കാറുണ്ട്. എന്നാൽ ജീവിത പങ്കാളിയുടെ സഹായം ഇവർക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. സാഹിത്യമേഖലയിൽ പ്രത്യേക അഭിരുചിയുള്ളവരും കഴിവുള്ളവരുമായ ഈ രാശിക്കാർ പുസ്തക വായനയും സാഹിത്യ ചർച്ചകളുമൊക്കെ ഇഷ്ടപ്പെടുന്നവരുമാണ്. മിഥുനം രാശി. സ്നേഹസമ്പന്നത, വശ്യത, വിനോദ കാര്യങ്ങൾ താല്പര്യം എന്നിവയുള്ള മിഥുന രാശിക്കാർ ഏതൊരു സാഹചര്യവുമായി ഇണങ്ങിച്ചേർന്ന് പോകുന്നവരാണ്. ഇവരുടെ രാശിനാഥൻ ബുധനാണ്. പൊതുവെ ഉയരം കുറഞ്ഞ ഇവർ നല്ല ബുദ്ധിശക്തിയുള്ളവരുമാണ്. ബുദ്ധിജീവികളും സ്ഥിരോത്സാഹികളുമായ മിഥുന രാശിക്കാർ പല വിഷയങ്ങളും കൈകാര്യം ചെയ്യുവാൻ കഴിവുള്ളവരാണ്. യുക്തിസഹജവും ആസൂത്രിതവുമായ സമീപനങ്ങളിലൂടെയും മാർഗങ്ങളിലൂടെയും മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള അപാരമായ പാടവം ഇവർക്കുണ്ടായിരിക്കും. സ്നേഹം, കാരുണ്യം എന്നിവ പുറമെ അധികം പ്രകടിപ്പിക്കാത്തവരാണിവർ. ഇവരുടെ എടുത്തുചാട്ടവും മുൻകോപവും പലപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുമുണ്ട്. എങ്കിലും വളരെ പെട്ടെന്ന് തന്നെ സംയമനം പാലിക്കുവാൻ ഇവർക്ക് സാധിക്കാറുണ്ട്. സന്താന ഗുണം ഇവർക്ക് കുറവായിട്ടാണ് കാണുന്നത്. തൊഴിൽ പ്രശ്നങ്ങളും മറ്റ് പലവിധ പ്രശ്നങ്ങളാലും ഇവർക്ക് ജീവിത പങ്കാളിയുമായി പിണങ്ങി അകന്നു കഴിയേണ്ട സാഹചര്യമുണ്ടാകും. ബുധൻ്റെ രാശിയായതിനാൽ തന്നെ നല്ല ബുദ്ധികൂർമ്മത ഉള്ളവരായിരിക്കും മിഥുന രാശിക്കാർ.
അടുപ്പമുള്ളവരോട് സ്വാതന്ത്ര്യവും സ്വാർത്ഥതയും കാണിക്കുന്നവരാണ് ഈ രാശിയിലുള്ളവർ. ബുദ്ധിജീവികളും സ്നേഹസമ്പന്നരും സ്ഥിരോത്സാഹികളുമായ മിഥുന രാശിക്കാർ തൊഴിലിനോടും മക്കളോടും ലഹരി പദാർത്ഥങ്ങളോടും പണത്തോടും ആർത്തിയും അടുപ്പവും വിധേയത്വവും കാണിക്കുന്നവരാണ്. വായനയിൽ ഏറെ ഭ്രമമുള്ള ഇവർ അധ്യാപന രംഗത്ത് നന്നായി തിളങ്ങും. ഇവരുടെ കുടുംബജീവിതം പൊതുവെ അത്ര സുഖകരമായിരിക്കില്ല. ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ടാകുന്നതാണ്. പങ്കാളിയിൽ നിന്നും പലപ്പോഴും എതിരഭിപ്രായങ്ങളും നിസ്സഹകരണവും നേരിടുന്നതാണ്. നല്ല പ്രായോഗിക ബുദ്ധിയുള്ളവരാണ് മിഥുനക്കൂറുകാർ. പണം ചെലവാക്കുന്നതിൽ പൊതുവെ പിശുക്ക് കാണിക്കാറുണ്ടെങ്കിലും ബിസിനസ് രംഗത്ത് ഇവർ ധാരാളമായി പണം ചെലവഴിക്കാറുണ്ട്. ബിസിനസ് രംഗത്തുണ്ടാകുന്ന നഷ്ടങ്ങൾ ചിലപ്പോൾ കുടുംബജീവിതത്തിൻ്റെ താളം തെറ്റിച്ചേക്കാം. മികച്ച നേതൃത്വ പാഠവുമുള്ള ഈ രാശിക്കാർ പൊതുപ്രവർത്തന രംഗത്തും പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തേക്കുമൊക്കെ ഉയർച്ചയിലെത്തിച്ചേരുവാൻ കഴിവുള്ളവരാണ്. സുഹൃത്ത് ബന്ധങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്നവരാണ് മിഥുന രാശിക്കാരായ നക്ഷത്രക്കാർ. കൂടുതൽ സമയം സുഹൃത്തുക്കളോടൊപ്പം കഴിയുവാൻ ആണ് ഇവർ ആഗ്രഹിക്കുന്നത്. തങ്ങൾക്ക് സ്വന്തമായവയോട് അതിര് കടന്ന അടുപ്പവും സ്വാതന്ത്ര്യവും സ്വാർത്ഥതയും കാണിക്കുന്നവരാണ് മിഥുനക്കൂറുകാർ. അതുപോലെ തന്നെ അതിര് കവിഞ്ഞ മദ്യപാനാസക്തി ഇവരുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിച്ചേക്കാം. വിദ്യാകാരകനായ ബുധൻ്റെ സ്വന്തം രാശിയായതിനാൽ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഉയർച്ച നേടുന്നവരാണ് കൂർമ്മബുദ്ധിക്കാരായ മിഥുനക്കൂറുകാർ. സാമ്പത്തികമായി ഇവർ ഉയർച്ചയിലെത്തിച്ചേരാറുണ്ട്. ഭൗതിക കാര്യങ്ങൾ തിളങ്ങുന്ന ഇവർ ശരാശരി ശരീരപ്രകൃതി ഉള്ളവരാണ്. നല്ല ആരോഗ്യവും ചുറുചുറുക്കുള്ളവരുമാണ് ഈ കൂറുകാർ. ഇവരെ പൊതുവെ അധികം രോഗങ്ങൾ അലട്ടാറില്ല. ഏത് സാഹചര്യങ്ങളോടും ഇണങ്ങി ജീവിക്കാൻ കഴിവുള്ളവരാണ് മിഥുന രാശിയിൽ ഉൾപ്പെടുന്ന ആളുകാർ.